Hello everyone. Today's topic is flowcharts and high-level computer programming languages. First നമ്മൾക്ക് flowcharts എന്താണെന്ന് പറയാം. Flowcharts graphically represent the flow of a program. അതായത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ ഫ്ലോനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നവയാണ് flowcharts. There are four basic shapes used in a flowchart. ഒരു ഫ്ലോചാർട്ടിൽ 4 ബേസിക് ഷേപ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈച്ച് ഷേപ്പ് ഹാസ് എ സ്പെസിഫിക് യൂസ്. ഓരോ ഷേപ്പിനും ഒരു സ്പെസിഫിക് യൂസ് ഉണ്ട്. ഓവൽ ആണെങ്കിൽ സ്റ്റാർട്ട് ഓർ എൻഡ്. പാരലോഗ്രാം ആണെങ്കിൽ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട്. ഓവൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? തുടങ്ങാനും അവസാനിക്കാനും. പാരലോഗ്രാം ഇൻപുട്ട് ഔട്ട്പുട്ട് കൊടുക്കാൻ. റെക്റ്റാങ്കിൾ കാൽക്കുലേഷൻസിന്. ഡയമണ്ട് സെലക്ഷൻ സ്ട്രക്ചേഴ്സിന്. സോ അതിവിടെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓവൽ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണ്? സ്റ്റാർട്ട് ചെയ്യാനോ എൻഡ് ചെയ്യാനോ. പാരലോഗ്രാം ആണെങ്കിൽ അത് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട്. റെക്റ്റാങ്കിൾ ആണെങ്കിൽ കാൽക്കുലേഷൻസ്. ഡയമണ്ട് സെലക്ഷൻ സ്ട്രക്ചേഴ്സ്. ദെൻ ആരോസ് കണക്ട് ദ ബേസിക് ഷേപ്സ് ഇൻ എ ഫ്ലോ ചാർട്ട്സ്. അല്ലേ, ഒരു ഫ്ലോ ചാർട്ട്സിലെ ബേസിക് ഷേപ്സ് തമ്മിൽ കണക്ട് ചെയ്യും. എന്ത്? ആരോസ് ആണ് കണക്ട് ചെയ്യുക. The shapes and arrows of a flowchart describe the flow of a program from start to end. അതായത് ഫ്ലോ ചാർട്ടിലെ ഷേപ്പുകളും ആരോസുകളുമാണ് എന്ത് ചെയ്യുന്നത്? ഒരു പ്രോഗ്രാമിൻ്റെ ഫ്ലോനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് തുടക്കം മുതൽ അവസാനം വരെ. ഫ്ലോ ചാർട്ട്സ് ടിപ്പിക്കലി ഫ്ലോ ഫ്രം ദ ടോപ്പ് ടു ദ ബോട്ടം ഓർ ഫ്ലോ ഫ്രം ദ ലെഫ്റ്റ് ടു ദ റൈറ്റ്. ഫ്ലോ ചാർട്ട്സ് സാധാരണ ഫ്ലോ ചെയ്യുന്ന എവിടെ നിന്നാണ്? ടോപ്പ് ടു ദ ബോട്ടം അഥവാ അല്ലെങ്കിൽ ഫ്ലോ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ബിലോ ഇസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ സിമ്പിൾ പ്രോഗ്രാം. ഇവിടെ താഴെ തന്നിട്ടുള്ളത് ഒരു സിമ്പിൾ പ്രോഗ്രാമിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. ദ പ്രോഗ്രാം സ്റ്റാർട്ട്, ദെൻ ദ പ്രോഗ്രാം പ്രിൻ്റ് ഔട്ട് ഔട്ട്പുട്ട്. പ്രോഗ്രാം തുടങ്ങുന്നു, ദെൻ പ്രോഗ്രാം പ്രിൻറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന്. ഫൈനലി ദ പ്രോഗ്രാം എൻഡ്സ്. എ ഫ്ലോ ചാർട്ട് ദാറ്റ് ഡിസ്ക്രൈബ് ദിസ് സിമ്പിൾ പ്രോഗ്രാം ഈസ് ഷോൺ. ഈ സിമ്പിൾ പ്രോഗ്രാം ഡിസ്ക്രൈബ് ചെയ്തതിൽ ഫ്ലോ ചാർട്ടാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ്? ഓവൽ ഷേപ്പിൽ സ്റ്റാർട്ട് എന്ന് എഴുതി, ദെൻ ആരോ മാർക്ക് ഇട്ടിട്ട് പ്രിൻ്റ് ഔട്ട്പുട്ട് പാരലോഗ്രാമിൽ, ദെൻ ആരോ മാർക്കിൽ എൻഡ് ഓവൽ ഷേപ്പിൽ. ദെൻ ദ പൈത്തൺ കോഡ് ദാറ്റ് കറസ്പോണ്ട്സ് ടു ദിസ് ഫ്ലോ ചാർട്ട് ഈസ് ഹാഷ് ഇട്ടിട്ട് സ്റ്റാർട്ട് പ്രോഗ്രാം എഴുതുമ്പോൾ. ദെൻ നെക്സ്റ്റ് ലൈനിലാണ് നമ്മൾ എഴുതുക പ്രിൻറ്റ് ബ്രാക്കറ്റിൽ ഇൻവെർട്ടഡ് കോമയിൽ ഔട്ട്പുട്ട് എന്ന്. ദെൻ നെക്സ്റ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, ദെൻ എൻഡ്. എ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ പ്രോഗ്രാം ദാറ്റ് ഇൻക്ലൂഡ്സ് എ കാൽക്കുലേഷൻ ഈസ് ബിലോ. ഇനി കാൽക്കുലേഷൻസ് ഉള്ള ഒരു പ്രോഗ്രാമിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് തന്നിട്ടുള്ളത്. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ദ പ്രോഗ്രാം ആസ്ക് യൂസർ ഫോർ എ നമ്പർ. ദെൻ പ്രോഗ്രാം എന്ത് ചെയ്യുന്നു? യൂസറിനോട് ഒരു നമ്പർ ആസ്ക് ചെയ്യുന്നു. ഇറ്റ്സ് ആൻ ഇൻപുട്ട്. ദെൻ എന്താണ്? 2 ഈസ് ആഡഡ് ടു ദ നമ്പർ. അവിടെ വന്നിട്ടുള്ളതൊരു കാൽക്കുലേഷനാണ്. അപ്പോൾ നമ്മളവിടെ റെക്റ്റാങ്കിൾ യൂസ് ചെയ്യണം. നെക്സ്റ്റ് ദ റിസൾട്ടിങ് സം ഈസ് പ്രിൻറ്റഡ്. ഫൈനലി ദ പ്രോഗ്രാം എൻഡ്. ദെൻ റിസൾട്ടിങ് സം പ്രിൻറ്റ് ചെയ്യുന്നു, പ്രോഗ്രാം എൻഡ് ചെയ്യുന്നു. അപ്പോൾ സ്റ്റാർട്ട് ഇൻ ഓവൽ ഷേപ്പ്, ദെൻ ആരോ മാർക്ക്, ആസ്ക് യൂസർ ഫോർ എ നമ്പർ ഈസ് എൻ ഇൻപുട്ട്, ദെൻ പാരലോഗ്രാം, ദെൻ ആരോ മാർക്ക്, റെക്റ്റാങ്കിളിൽ ആഡ് 2 ടു ദ നമ്പർ, ഇറ്റ്സ് എ കാൽക്കുലേഷൻ, ദെൻ ആരോ മാർക്ക്, ദെൻ പാരലോഗ്രാമിലെ ഔട്ട്പുട്ട് പ്രിൻറ്റ് ദ റിസൾട്ട്, ദെൻ എൻഡ് ഓവൽ ഷേപ്പിൽ ആരോ മാർക്കിൽ. then a flow chart that describe this program is shown. ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? അത് ഈ പ്രോഗ്രാം ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഫ്ലോ ചാർട്ടാണ്. ദെൻ ദ പൈത്തൺ കോഡ് ദാറ്റ് കറസ്പോണ്ട് ടു ദിസ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ നം ഈക്വൽ ടു ഇൻപുട്ട് ബ്രാക്കറ്റിൽ എൻ്റർ എ നമ്പർ, ഇറ്റ്സ് ആൻ ഇൻപുട്ട്. ദെൻ ബ്രാക്കറ്റിൽ ക്ലോസ് ചെയ്യുന്നു. നമ്പർ ഈക്വൽ ടു ഫ്ലോട്ട് ബ്രാക്കറ്റിൽ നം underscore plus underscore 2 that is equal to num plus 2. Then next line print bracket num underscore plus underscore 2 bracket close, then enter. Then the description of another program is below. മറ്റൊരു പ്രോഗ്രാമിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് പ്രോഗ്രാം ആസ്ക് എ യൂസർ ഫോർ എ നമ്പർ. അടുത്തത് പ്രോഗ്രാം ഒരു നമ്പറിന് വേണ്ടിയിട്ട് ആസ്ക് ചെയ്യുന്നു, ഇറ്റ്സ് എ ഇൻപുട്ട്. ഇഫ് ദ നമ്പർ ഇസ് ഗ്രേറ്റർ ദാൻ 0, നമ്പർ 0-നേക്കാളും വലുതാണെങ്കിൽ ദ പ്രോഗ്രാം പ്രിൻറ്റ് ചെയ്യും, ഔട്ട്പുട്ട് വരും ഗ്രേറ്റർ ദാൻ 0 എന്ന്. ദെൻ ദ പ്രോഗ്രാം എൻഡ്. എ ഫ്ലോ ചാർട്ട് ദാറ്റ് ഡിസ്ക്രൈബ്സ് ദിസ് പ്രോഗ്രാം ഈസ് ഷോൺ. സ്റ്റാർട്ട് ഓവൽ ഷേപ്പിൽ സ്റ്റാർട്ട് വരുന്നു. ദെൻ
arrow mark. പാരലോഗ്രാമിൽ പ്രിൻറ്റ് എൻ്റർ എ നമ്പർ, ദെൻ ആരോ മാർക്കിൽ ദെൻ ഇവിടെ സെലക്ഷൻ ആണ് വരുന്നത്. അപ്പോൾ സെലക്ഷൻ സ്ട്രക്ചർ യൂസ് ചെയ്യണം. ഏതാണത്? ഡയമണ്ട് ആണ്. സോ ഡയമണ്ടിൽ ഇഫ് നമ്പർ ഗ്രേറ്റർ ദാൻ 0, അത് ട്രൂ ആണെങ്കിൽ പാരലോഗ്രാമിൽ എഴുതും പ്രിൻറ്റ് ഇൻവെർട്ടർ കോമയിൽ ഗ്രേറ്റർ ദാൻ 0 ഔട്ട്പുട്ട്, ദെൻ എൻഡ് ചെയ്യും. ഫാൾസ് ആണെങ്കിലും എൻഡ് ചെയ്യും. സോ ദ പൈത്തൺ കോഡ് ദാറ്റ് കറസ്പോണ്ട് ടു ദിസ് ഫ്ലോ ചാർട്ട് ഈസ് /start നെക്സ്റ്റ് ലൈനിൽ num is equal to input, then ബ്രാക്കറ്റിൽ ഇൻവെർട്ടർ കോമയിൽ എൻ്റർ എ നമ്പർ, ഇൻവെർട്ടർ കോമ ക്ലോസ്, num is equal to float ബ്രാക്കറ്റിൽ num, ഇഫ് num greater than 0 print greater than 0 ബ്രാക്കറ്റിൽ ഇൻവെർട്ടർ കോമയിൽ, then next line end /end. The description of a more complex program ആണ് തന്നിട്ടുള്ളത്. അടുത്തത് the program starts. Next the program asks a user for a number, ഇൻപുട്ട് തന്നെ. ഇഫ് ദ നമ്പർ ഈസ് ലെസ് ദാൻ 0, അവിടെ ഗ്രേറ്റർ ദാൻ ആയിരുന്നു, ഇവിടെ ലെസ് ദാൻ 0 പ്രോഗ്രാം പ്രിൻറ്റ്സ് ലെസ് ദാൻ 0, ദെൻ ദ പ്രോഗ്രാം പ്രിൻറ്റ്സ് ഡൺ ആൻഡ് ദ പ്രോഗ്രാം എൻഡ്സ്. അങ്ങനെയാണ് ഇതിൽ പ്രിൻറ്റ് ചെയ്യും ഡൺ എന്ന്. എ ഫ്ലോ ചാർട്ട് ദാറ്റ് ഡിസ്ക്രൈബ് ദിസ് പ്രോഗ്രാം ഈസ് ബിലോ. ഓവൽ ഷേപ്പിൽ സ്റ്റാർട്ട്, ദെൻ ആരോ, പാരലോഗ്രാം, പ്രിൻറ്റ് എൻ്റർ എ നമ്പർ, ദെൻ ഇൻ ആരോയിൽ സെലക്ഷൻ സ്ട്രക്ചർ ഡയമണ്ടിൽ ഇഫ് നമ്പർ ഗ്രേറ്റർ ദാൻ 0 ട്രൂ ആണെങ്കിൽ പ്രിൻറ്റ് ഗ്രേറ്റർ ദാൻ 0, പാരലോഗ്രാമിൽ ഫോൾസ് ആണെങ്കിൽ ദെൻ അടുത്ത സെലക്ഷൻ സ്ട്രക്ചറിലേക്ക് പോകും. ഇഫ് നം ലെസ് ദാൻ 0 ട്രൂ ആണെങ്കിൽ പ്രിൻറ്റ് ലെസ് ദാൻ 0 ഇൻവെർട്ടർ കോമയിൽ പാരലോഗ്രാമിൻ്റെ ഉള്ളിൽ. അഥവാ ഫോൾസ് ആണെങ്കിലും എന്താ ചെയ്യും? പാരലോഗ്രാമിൽ പ്രിൻറ്റ് ഡൺ എന്ന് വരും, ദെൻ ആരോ മാർക്ക് എൻഡ്. Then the Python code that correspond to this flowchart is /start, the next line num is equal to input, bracket enter a number, bracket close ചെയ്യുന്നു, num is equal to float, bracket num, then if num greater than 0 print bracket num greater than 0 bracket, if num less than 0 print bracket num less than 0 ഇൻവെർട്ടർ കോമയിൽ, ദെൻ പ്രിൻറ്റ് ബ്രാക്കറ്റിൽ ഇൻവെർട്ടർ കോമയിൽ ഡൺ ബ്രാക്കറ്റ് ക്ലോസ് ദെൻ എൻഡ്. ഇങ്ങനെയാണ് നമ്മൾ ഫ്ലോ ചാർട്ട്സ്, അതായത് ഒരു പ്രോഗ്രാമിൻ്റെ ഫ്ലോ ചാർട്ട്സും അത് വഴി അത് നോക്കി നമ്മൾ അതിൻ്റെ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ പ്രോഗ്രാംസ് എഴുതുന്നത്, പൈത്തൺ കോഡ് എഴുതുന്നത്. ഇത്രയാണ് ഫ്ലോ ചാർട്ട്സിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ഹൈ ലെവൽ ലാംഗ്വേജിനെ കുറിച്ചാണ് പറയുന്നത്, ഹൈ ലെവൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ച്. സോ റൈറ്റിംഗ് എ പ്രോഗ്രാം ഇൻ മെഷീൻ ലാംഗ്വേജ് ഓർ അസംബ്ലി ലാംഗ്വേജ് ഈസ് tiresome. It needs a deep understanding of hardware and memorizing the operational codes. സോ മെഷീൻ ലാംഗ്വേജിൽ അഥവാ അസംബ്ലി ലാംഗ്വേജിൽ എഴുതുക എന്ന് പറയുന്നൊരു പ്രോഗ്രാം എഴുതാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് വളരെ ഹാർഡ്വെയറിനെ കുറിച്ചും ഓപ്പറേഷൻ കോഡ്സിനെ കുറിച്ചൊക്കെ വളരെ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ഡ്യൂ ടു ദീസ് ഡീമെറിറ്റ്സ്, ഈ ഡീമെറിറ്റ്സ് കാരണം മെനി അതർ ലാംഗ്വേജസ് ഹാവ് ബീൻ ഡെവലപ്ഡ് ടു യൂസ് ഇൻ എ കമ്പ്യൂട്ടർ. മറ്റു പല ലാംഗ്വേജസും കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ വേണ്ടി ഡെവലപ്പായി. ഇത് ജനറലി നോൺ ആസ് ഹൈ ലെവൽ ലാംഗ്വേജ്. അവയാണ് ജനറലി നമ്മൾ പറയുന്നത് എന്ത്, ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന്. Ordinary human languages cannot be used for computer due to their confusing grammar rules, vocabulary with synonyms and phrases, colloquial variations, speed and context, dependency of meaning, etc. സോ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഓർഡിനറി ഹ്യൂമൻ ലാംഗ്വേജസ് നമുക്ക് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൽ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. കാരണം എന്താണ്, ഭയങ്കര കൺഫ്യൂസിങ് ഗ്രാമർ റൂൾസ് ഉണ്ടാവും. പല സ്ഥലത്തും പല രീതിയിലാണ് നമ്മൾ ഗ്രാമേഴ്സ് യൂസ് ചെയ്യുന്നത് അല്ലേ, ഇംഗ്ലീഷിൽ ഏത് ലാംഗ്വേജിലായാലും, സാധാരണ ഓർഡിനറി ഹ്യൂമൻ ലാംഗ്വേജസ്. പിന്നെ അതിന് വൊക്കാബുലറി, സിനോണിംസ്, ഫ്രേസ്, കൊളോക്കിയലായിട്ടുള്ള വേരിയേഷൻസ്, സ്പീഡ്, കണ്ടസ്റ്റ്, ഡിപ്പെൻഡൻസി ഓഫ് മീനിങ്, എക്സെട്ര. So a high-level language has a close resemblance to the English language. ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടാണ് ഹൈ ലെവൽ ലാംഗ്വേജ് കിടക്കുന്നത്. ഇറ്റ് ഈസ് വിത്ത് ദ സെറ്റ് ഓഫ് വെൽ ഡിഫൈൻഡ് കീവേഡ്സ് ആൻഡ് യൂസേജ് റൂൾസ് ടു മേക്ക് എ ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ ഓഫ് ദ ആൽഗോരിതം ഈസി. അത് വളരെ വെൽ ഡിഫൈൻഡ് കീവേഡ്സ് ആണ്. പിന്നെ അതിൻ്റെ റൂൾസൊക്കെ വളരെ ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ അൽഗോരിതം ആക്കാൻ വളരെ സിമ്പിളാണ്. ബേസിക്, ഫോർട്രാൻ, C++, പൈത്തൺ, എക്സെട്ര എക്സാമ്പിൾ. ഇവയൊക്കെ ഹൈ ലെവൽ ലാംഗ്വേജസിന് എക്സാമ്പിളാണ്. ബേസിക്, ഫോർട്രാൻ, C++, പൈത്തൺ ഒക്കെ.
ഇൻ ദിസ് ഈച്ച് ഇൻസ്ട്രക്ഷൻ ഈസ് വിത്ത് സ്പെസിഫിക് റൂൾസ് ഓഫ് യൂസേജ്. ഓരോ ഇൻസ്ട്രക്ഷനും സ്പെസിഫിക് റൂൾസ് ഓഫ് യൂസേജ് ആണ് ഉള്ളത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ എനി കമ്പ്യൂട്ടർ റിഗാർഡ്ലെസ് ഓഫ് ദി ബ്രാൻഡ് ആൻഡ് മാനുഫാക്ചർ ഓഫ് ദ മൈക്രോ പ്രോസസ്സർ. ഏതൊരു കമ്പ്യൂട്ടറിലും അത് നമുക്ക് യൂസ് ചെയ്യാം, റിഗാർഡ്ലെസ് അതിൻ്റെ ബ്രാൻഡോ മാനുഫാക്ചറോ ഒന്നും നോക്കാണ്ട്. സോ ദിസ് ഈസ് എ മെഷീൻ ഇൻഡിപെൻഡൻറ്റ് ലാംഗ്വേജ്. അതെന്ന് പറയുന്നത് മെഷീൻ ലാംഗ്വേജ് അല്ല, ഹൈ ലെവൽ ലാംഗ്വേജ്, അതായത് നമ്മൾ ഉണ്ടാക്കിയ ലാംഗ്വേജസ് ആണ് സുഖത്തിന് വേണ്ടിയിട്ട്. സോ ഇറ്റ്സ് എ കോംപ്ലക്സും ആണ്, അതേസമയം മെഷീൻ ഇൻഡിപെൻഡൻറ്റ് ലാംഗ്വേജ് ആണ്. ദ യൂസേജ് ഓഫ് ഈച്ച് ഇൻസ്ട്രക്ഷൻ ഓർ കീവേഡ് ഈസ് കൺഫൈൻഡ് ടു റിജിഡ് റൂൾസ്. ഓരോ ഇൻസ്ട്രക്ഷൻ്റെയും യൂസേജ് ഓഫ് ഈച്ച് ഇൻസ്ട്രക്ഷൻ അഥവാ കീവേഡ് ഈസ് കൺഫൈൻഡ് ടു റിജിഡ് റൂൾസ്. ഓരോ റൂൾസ് ഉണ്ട്. ഓൺലി ഇഫ് യു റൈറ്റ് ദി ഇൻസ്ട്രക്ഷൻ വിത്തിൻ ദീസ് റൂൾസ്. നമ്മൾ ഓരോ ഇൻസ്ട്രക്ഷനും ഈ റൂൾസിൻ്റെ ഉള്ളിൽ എഴുതിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ദ കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, കമ്പ്യൂട്ടറിന് അത് മനസ്സിലാവാൻ സാധിക്കുള്ളൂ. ദീസ് റൂൾസ് ലൈക്ക് ഗ്രാമർ റൂൾസ് ഇൻ ഇംഗ്ലീഷ് ആർ നോൺ ആസ് സിന്താക്സ് റൂൾസ്. അതായത് ഇംഗ്ലീഷിലുള്ള ഗ്രാമർ റൂൾസിനെ പോലെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിലുള്ള ഇത്തരം റൂൾസിനെയാണ് സിന്താക്സ് റൂൾസ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻസ്ട്രക്ഷൻ ഈവൻ ഇഫ് കറക്റ്റ് ഇൻ സിന്താക്സ്, അതായത് ഒരു ഇൻസ്ട്രക്ഷൻ സിന്താക്സിൽ കറക്റ്റ് ആണെങ്കിലും മേ ലീഡ് ടു റോങ് ആൻസേഴ്സ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി യൂസ്ഡ്, അത് വളരെ പ്രോപ്പർലി ആയിട്ട് യൂസ് ചെയ്യണം. ആ റൂൾസ് ഉപയോഗിച്ചാൽ മാത്രം പോരാ, പ്രോപ്പർലി യൂസ് ചെയ്യാനുള്ള ഇത് വേണം. സോ ദാറ്റ് ഈസ് ദ ഇൻസ്ട്രക്ഷൻ ഈസ് വിത്ത് സെമാറ്റിക് എറർ. അപ്പോൾ എന്ത് വരും, ഒരു എറർ വരും, അതിനെയാണ് സെമാറ്റിക് എറർ എന്ന് പറയുന്നത്. ഫോർ ഇൻസ്റ്റൻസ് കൺസിഡർ ദ സെൻറ്റൻസ്. ഈ സെൻറ്റൻസ് കൺസിഡർ ചെയ്യാം. മാരി പ്ലേസ് ദ വയലിൻ. മാരി വയലിൻ പ്ലേ ചെയ്തു. ഹിയർ ബൈ ഹ്യൂമൻ പ്രാക്ടീസ് വി നോ ദാറ്റ് ദ നെയിം ഓഫ് ദ ചൈൽഡ് ഈസ് മാരി. നമുക്കറിയാം കുട്ടിയുടെ പേരാണ് മാരി ആൻഡ് ദ നെയിം ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് ഈസ് വയലിൻ. ഇൻസ്ട്രുമെൻ്റ് പേരാണ് വയലിൻ എന്ന്. സപ്പോസ് ഐ മേഡ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് നെയിംഡ് ഇറ്റ് മാരി. ചിലപ്പോൾ ഞാനൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ് ഉണ്ടാക്കി അതിന് പേര് ടു മാരി എന്ന്. ഇൻ മെമ്മറി ഓഫ് സംബഡി, ആരുടെയും ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. മൈ ഡോട്ടർ നെയിംഡ് വീണ ഈസ് ആൻ എക്സ്പേർട്ട് ഇൻ ദിസ് ഇൻസ്ട്രുമെൻറ്റ്. അപ്പം എൻ്റെ മകളുടെ പേര് വീണ എന്നാണ്. ഈ ഇൻസ്ട്രുമെൻറ്റ് വളരെ എക്സ്പേർട്ടാണ്. വെൻ ഷീ പ്ലേസ് ദ ന്യൂ ഇൻസ്ട്രുമെൻറ്റ്, പുതിയ ഇൻസ്ട്രുമെൻറ്റ് പ്ലേ ചെയ്യുമ്പോൾ ഐ ഹാവ് ടു സേ എന്ത് പറയാം, വീണ പ്ലേസ് മാരി. വീണ മാരിയെ പ്ലേ ചെയ്തു. ദെൻ ദ ലിസണർ മേ ബി കൺഫ്യൂസ്ഡ് അബൌട്ട് ദ നെയിം ഓഫ് ദ ചൈൽഡ് ആൻഡ് ദ നെയിം ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ലിസണർ വളരെ കൺഫ്യൂസ്ഡ് ആവും, ഏതാണ് ചൈൽഡിൻ്റെ പേര്, ഏതാണ് ഇൻസ്ട്രുമെൻ്റ് എന്ന്. സം ഓഫ് ദം വിൽ സേ ദാറ്റ് ദർ ഈസ് എ ഗ്രാമർ മിസ്റ്റേക്ക്. ചിലവർ പറയും അതിൽ അവിടെ എന്തുണ്ടെന്ന്, ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെന്ന്. ഹിയർ ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് വിത്ത് ലെസ്സർ ക്ലാരിറ്റി. അപ്പോൾ അവിടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, വളരെ ലെസ് ക്ലാരിറ്റിയാണ്, ക്ലാരിഫിക്കേഷൻ കുറവാണ്. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ സിമാറ്റിക് എറർ. ഇതെന്ന് പറയുന്നത് ഒരു സിമാറ്റിക് എററിന് എക്സാമ്പിളാണ്. ഇഫ് ഐ എം റൈറ്റിംഗ് ദ അബോവ് സ്റ്റേറ്റ്മെൻറ്റ് ആസ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എഴുതുകയാണ്, മൈ ഡോട്ടർ വീണ ഈസ് പ്ലേയിങ് ദി ന്യൂ ഇൻസ്ട്രുമെൻറ്റ് നെയിംഡ് മാരി. ഇറ്റ് ഈസ് ഫ്രീ ഫ്രം സിന്താക്സ് എറർ ആൻഡ് സിമാറ്റിക് എറേഴ്സ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് ലിറ്റിൽ ലെങ്തി. അത് കുറച്ച് വലുതാണെങ്കിൽ പോലും ഇങ്ങനെ എഴുതുന്ന സമയത്ത് മൈ ഡോട്ടർ വീണ ഈസ് പ്ലേയിങ് ദ ന്യൂ ഇൻസ്ട്രുമെൻറ്റ് നെയിംഡ് മാരി എന്ന് പറയുമ്പോൾ അവിടെ ക്ലാരിഫിക്കേഷൻ ഉണ്ട്, പൂർത്തീകരിച്ചിരിക്കുന്നു. സോ ഇറ്റ് ഈസ് ഫ്രീ ഫ്രം സിന്താക്സ് എറർ ആൻഡ് സിമാറ്റിക് എറർ. സിന്താക്സ് എററിൽ നിന്നും സിമാറ്റിക് എററിൽ നിന്നും അത് ഫ്രീ ആണ്. എ ഹൈ ലെവൽ ലാംഗ്വേജ് മസ്റ്റ് ഹാവ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. ഒരു ഹൈ ലെവൽ ലാംഗ്വേജസിന് താഴെ പറയുന്ന ഫീച്ചേഴ്സ് ഉണ്ടാവണം. വെൽ ഡിഫൈൻഡ് സെറ്റ് ഓഫ് പെർമിറ്റഡ് ക്യാരക്ടേഴ്സ്. പെർമിറ്റഡ് ക്യാരക്ടേഴ്സിൻ്റെ സെറ്റ് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. Then ability to represent and manipulate different data types like integer, float, character, etc. and objects like string, array, list, etc. So എന്താണ് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ആയിട്ടുള്ള ഇൻറ്റീജർ, ഫ്ലോട്ട്, ക്യാരക്ടേഴ്സും ഒബ്ജക്ട്സ് ആയിട്ടുള്ള സ്ട്രിങ്, അറേ, ലിസ്റ്റൊക്കെ എന്ത് ചെയ്യണം, റെപ്രസെൻറ്റ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനുമുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം. എ ഡീറ്റെയിൽ ലിസ്റ്റ് ഓഫ് ഓപ്പറേറ്റേഴ്സ്, arithmetic condition, etc. to act on the data. Then instruction for control flow on decision making, branching, looping, etc. കൺട്രോൾ ഫ്ലോയിനും കൺട്രോൾ ഫ്ലോ ഓൺ ഡിസിഷൻ മേക്കിങ്ങിന്, ബ്രാഞ്ചിങ്ങിന്, ലൂപ്പിങ്ങിനൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കണം. എ സെറ്റ് ഓഫ് സിന്താക്സ് റൂൾസ് ടു ഫ്രെയിം ദ കറക്റ്റ് ഇൻസ്ട്രക്ഷൻ വിത്ത് കീവേഡ്സ് ആൻഡ് സിമ്പിൾ പെർമിറ്റഡ് ബൈ ദ ലാംഗ്വേജ് പെർമിറ്റ് ചെയ്തിട്ടുള്ള സിമ്പിൾസും അതുപോലെ സെറ്റ് ഓഫ് സിന്താക്സ് റൂൾസും ഉണ്ടായിരിക്കണം. കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കണം ഫ്രെയിം ചെയ്യുന്നത്.
and a set of semantic rules to assign correct and unambiguous meaning to the statement. അപ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വളരെ കറക്റ്റായാലേ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് കറക്റ്റ് ആവുകയുള്ളൂ. അതിൽ എന്തുണ്ടായിരിക്കണം, മെയിനായിട്ട് അതിൻ്റെ സിൻറ്റാക്സ് റൂളും സിമാറ്റിക് റൂളും കറക്റ്റായിരിക്കണം. ഇല്ലെങ്കിൽ എറേഴ്സ് വരും, സിൻറ്റാക്സ് എററും വരും, സെമാറ്റിക് എററും വരും. അത്രയാണ് പറയുന്നത് ഹൈ ലെവൽ ലാംഗ്വേജസിൽ. താങ്ക് യു.